ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉച്ചത്തെ വിശേഷമായിട്ട് കാണിക്കുന്നത്. ഉച്ചയ്ക്ക് നമുക്ക് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായില്ല, പിന്നെ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോരുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വാഴക്ക വെച്ചിട്ടുള്ള മോരുകറിയാണ് കേട്ടോ. എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കൂടെ സുഖം തന്നെ കേട്ടോ. നമ്മൾ 3 വാഴക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറ കളയാനായിട്ട് കേട്ടോ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഇട്ട് വെച്ചേക്കുക കേട്ടോ. ഉപ്പിട്ട് ഇട്ട് വെച്ചേക്കണം. നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും പതറിപ്പോയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഞാനും അങ്ങനെ പതറിപ്പോയിട്ടുണ്ട് കേട്ടോ. പതറിപ്പോയിട്ടുണ്ട്. പക്ഷെ നമ്മളത് തരണം ചെയ്യണം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ. ഒരിക്കലും നമ്മൾ പതറിപ്പോകരുത്. ആരെങ്കിലും നമ്മളെന്ന് കളിയാക്കുമെന്ന് വെച്ച് നമ്മൾ കളിയാക്കൽ കേട്ടുകൊണ്ട് നിരാശപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളത് മുന്നോട്ട് പോകണം. നമ്മൾ ഏത് കാര്യമാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ നമ്മൾ തളർന്നു പോയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളെ ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും കേട്ടോ. എനിക്കങ്ങനെയായിട്ട് മനസ്സിലായിട്ടുള്ളത്. നമുക്കത് ചട്ടിയിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കത് വേവിച്ചെടുക്കും. കുറച്ച് പച്ചമുളക് കൂടി കീറിയിടണം കേട്ടോ. നമ്മൾ ഈ മോരുകറിയിൽ നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അതിന് പകരം പച്ചമുളക് ഇട്ടാണ് നമ്മൾ ഈ മോരുകറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്കത് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് തോണ്ടിയെടുക്കാം കേട്ടോ. മീനിൻ്റെ ടേസ്റ്റിൽ നമുക്ക് മീൻ പൊരിച്ചത് കഴിക്കില്ല, ആ ഒരു ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വറുത്തെടുക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് കാണാം. നമുക്ക് അതിനായിട്ട് നമ്മുടെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെള്ളത്തിലിട്ട് കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടിരിക്കണം കേട്ടോ. ഇന്നത് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ടത് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ. ഇനി കറ പോകട്ടെ കേട്ടോ. ഇനി നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കാം കേട്ടോ. മോരുകറിയിലേക്കുള്ള തേങ്ങ, ഇഞ്ചി, ചെറിയ ജീരകം, വെളുത്തുള്ളി ഇടണ അരി ഞാൻ പറയാൻ വിട്ടുപോയിട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അരച്ചെടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് കായിലേക്കുള്ള ഫ്രൈ ചെയ്യാനുള്ളതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാല എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നമുക്കൊന്ന്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കേട്ടോ. പേസ്റ്റാക്കി കൊണ്ടുവരാം കേട്ടോ. നമ്മളത് പേസ്റ്റൊക്കെ എടുത്ത് നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട് കായിൽ കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയി. അതും കൂടി ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കാം കേട്ടോ. യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയരപ്പ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കുറവുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ചും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടു കേട്ടോ. അതിലേക്ക് തൈര് ഒഴിച്ചെടുക്കാം. നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കാം. മീൻ പൊരിക്കുമ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അത് വറുത്തെടുക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും കൂട്ടക്കാത്തുണ്ടെങ്കിൽ സബ് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.
നന്നായിട്ട് പൊരിക്കണം കേട്ടോ. അത് കുറച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് കറിവേപ്പില, ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇത് ഫ്രൈ ആവട്ടെ കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് താളിക്കട്ടെ. മോരുകറിയിലേക്കുള്ള കടുകിട്ട്, ഉലുവിട്ട്, വറ്റൽമുളക് ഇട്ട്, കറിവേപ്പില ഇട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇവിടെ എന്താ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര പാടാട്ടോ. എല്ലാവരും ഉള്ളത് കൊണ്ട്, ഒച്ചയും പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടേ വോയിസ് ഓവർ എടുക്കുമ്പോൾ കുറച്ച് ഇതുണ്ട്. ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. ഇനി നമുക്കത് മോരുകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സ്വാദിഷ്ടമായ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഫ്രൈ ചെയ്ത് കേട്ടോ. മീൻ പൊരിച്ചതിൻ്റെ ഒരു ഇത് വരും കേട്ടോ. അത് മീൻ പൊരിച്ചതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവരും. ഒരു വെറൈറ്റി അല്ലേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കിളിമീൻ പൊരിക്കാനുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ഒരിക്കൽ കൂടി താങ്ക് യു. അസ്സലാമു അലൈക്കും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം വരാം കേട്ടോ.